ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രെഡ് സാൻഡ്വിച്ച് റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഈസി സാൻഡ്വിച്ച് റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളൊരു ബൗളിലേക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുത്ത ചിക്കനാണ്. ഇതിലേക്ക് നമുക്ക് ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കറി മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷമാണ് കേട്ടോ നമ്മളൊന്ന് പൊരിച്ചെടുക്കുന്നത്. ഈ 1 മണിക്കൂർ വെക്കുന്ന സമയത്ത് ചിക്കനിലേക്ക് ആ ഒരു മസാലയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഫ്ലേവർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മളിതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാനൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഓയിലൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ മാക്സിമം തുറന്ന് വെച്ച് തന്നെ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കനൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി കുറേ അധികം സമയം എടുക്കും. അതുകൊണ്ട് നമുക്ക് മാക്സിമം തുറന്ന് വെച്ച് തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ചിക്കൻ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇതിപ്പോൾ ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ രീതിയിലൊന്ന് ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി, എന്നിട്ട് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ തുറന്ന് വെച്ച് തന്നെ മാക്സിമം ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി സവാളയും തക്കാളിയും ക്യാപ്സിക്കം ഒക്കെ നല്ല രീതിയിലൊന്ന് റെഡിയായി വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം സ്ലൈസ് ആയിട്ടുള്ള ചീസാണ്, അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നെടുക്കുമ്പോഴത്തേക്ക് ചീസൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് റെഡി ആയിട്ട് വരും. എന്നിട്ട് നമുക്കിതൊന്നും കൂടി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചിലിട്ടുള്ള ആ ഒരു ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മൾ ബട്ടറിലാണ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് വെച്ച് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് 4 ബ്രെഡും ഞാൻ ഇങ്ങനെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. 2 സൈഡും ഒന്ന് ചെറിയ രീതിയിലൊന്ന് മൊരിയിച്ചാണ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ബ്രെഡൊക്കെ ഇവിടെ നമ്മളൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങൊക്കെ വെച്ച് സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാം. ഞാൻ കുറച്ച് മയനൈസ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പം ടൊമാറ്റോ കച്ചപ്പാണ്. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം അത്യാവശ്യം കട്ടിക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണേ. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത ആ ഒരു ബ്രെഡും കൂടി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഈസി സാൻഡ്വിച്ച് റെസിപ്പി കൂടിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബും, ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ.